മാന്യസദസ്സിന് നമസ്കാരം. നാം ഇന്ന് നേരിടുന്ന വലിയൊരു സാമൂഹിക പ്രശ്നമാണ് ലഹരി. ഇന്നത്തെ വിഷയവും അതുതന്നെയാണ്. ലിംഗപ്രായഭേദമില്ലാതെ ഇന്ന് പലരും ലഹരിക്ക് അടിമപ്പെടുന്നു എന്നത് ദുഃഖകരമായ സത്യമാണ്. മാളികമുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്ന അഭിനവ വിധിയാണ് ലഹരി എന്നതിൽ നിങ്ങൾക്കാർക്കും വിയോജിപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് മാനവരാശിയെ തിന്മയിലേക്ക് തള്ളിവിടുന്നതിൽ ഒരു പ്രധാന കുറ്റവാളി ലഹരി പദാർത്ഥങ്ങളാണ്. ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്ന ചിന്തയാണ് ലഹരി എന്ന് നിർവചിക്കാം. മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന പ്രകൃതിജന്യമോ കൃത്രിമമോ ആയ വസ്തുക്കളെ ലഹരി പദാർത്ഥങ്ങൾ എന്ന് വിളിക്കാം. പുകയില, മയക്കുമരുന്ന്, മദ്യം, കഞ്ചാവ്, പാൻ മസാല തുടങ്ങിയ എണ്ണമില്ലാത്ത ഒട്ടേറെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. പണ്ട് മുതലേ ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. അതിൽ നിന്നും വളരെ കൂടുതലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം. ഈ വിഷവൃക്ഷങ്ങളെ വേരോടെ വെട്ടാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു സാമൂഹിക ക്രമം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തിൻ്റെ യോജിപ്പിലെ പ്രധാന ഘടനയായി പ്രവർത്തിക്കേണ്ട കുട്ടികളെയും യുവാക്കളെയുമാണ് ലഹരി പ്രധാനമായും അടിമകളാക്കുന്നത്. ലഹരി കുട്ടികളെയും യുവാക്കളെയും തകർക്കുന്നതോടെ സമൂഹത്തിൻ്റെ ഭദ്രതയും തകരുകയാണ്. നാൾക്കുനാൾ എത്ര കുടുംബങ്ങളെയാണ് ലഹരിയുടെ ഉപയോഗം ഇല്ലായ്മ ചെയ്യുന്നത്. കേരളത്തിലെ പുതുതലമുറയുടെ മേലെ വിന്യസിച്ചിരിക്കുന്ന ലഹരിയുടെ പക്ഷികൾ വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചിട്ട് അധിക കാലമായില്ല. പക്ഷേ ഇതിനകം തന്നെ ഈ വിഷക്കൂട്ട് സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്നതാണ്. നാശത്തിൻ്റെ കാര്യത്തിൽ മദ്യത്തെയും പുകയിലേക്കാളും ഏറെ മുമ്പിലാണ് മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ രാസലഹരികൾ. ഇവ തുടക്കത്തിലെ വരുത്തി വയ്ക്കുന്ന വിന നാം തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഇത് നമ്മെ കീഴ്പ്പെടുത്തിയതിനു ശേഷമായിരിക്കും. 6 മാസം ഒരാൾ തുടർച്ചയായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അയാൾ പിന്തിരിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിന് അടിമയായി മാറും. പിന്നീട് ഉപയോഗിക്കാതിരുന്നാലോ ലഭിക്കാതെ വന്നാലോ പിന്മാറ്റ അസ്വാസ്ഥ്യങ്ങൾ കാണിക്കാൻ തുടങ്ങും. മനോരോഗത്തിലേക്കുള്ള കുറുക്ക് വഴിയാണ് ലഹരി പദാർത്ഥങ്ങൾ എന്ന് വിദഗ്ധർ പറയുന്നു. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഉപയോഗം പിന്നെ ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഒരാൾ സ്വന്തം സുഖത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ലഹരി തൻ്റെ കുടുംബത്തിലെ സുഖാന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ കവി അയ്യപ്പൻ്റെ വരികൾ ഓർത്തുപോകുകയാണ്. കരള് പകത്തു നൽകുവാൻ വയ്യൻ്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. അതെ, കരളിനെയും മറ്റ് ആന്തരിക അവയവങ്ങളെയും കാർന്നു തിന്നുന്ന ലഹരി മനുഷ്യന് എന്നും നാശമേ നൽകിയിട്ടുള്ളൂ. ലഹരിയോടുള്ള ഇളം തലമുറയുടെ ആസക്തി കുറയ്ക്കാൻ സ്കൂൾ തലം മുതലേ തുടർച്ചയായി ബോധവൽക്കരണ ക്ലാസുകൾ നൽകണം. വിമുക്തി ക്ലബ്ബുകളും വിമുക്തി പദ്ധതികളും കൂടുതൽ ശക്തിയാർജിക്കണം. വിമുക്തിയുടെ ആപ്തവാക്യം തന്നെ ജീവിതമാണ് ലഹരി എന്നാണല്ലോ. അങ്ങനെ തന്നെ പറഞ്ഞു ബോധവൽക്കരിക്കണം. എവിടെ ലഹരിയുടെ ഉപയോഗമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കണം എന്ന് കർശനമായ നിർദ്ദേശം നൽകണം. വിവരം ലഭിച്ചാൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കണം. എത്തിച്ചേരാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞാൽ ജനങ്ങൾ കൃത്യമായി അറിയിക്കും എന്നുറപ്പാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്വഭാവ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും കൃത്യമായി കൗൺസിലിങ്ങുകൾ നൽകാൻ സാധിക്കുകയും വേണം. അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളിലെയും മുതിർന്നവരിലെയും ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കണം. അതിന് അധികാരികളോടൊപ്പം ജനങ്ങളും ചേർന്ന് നിൽക്കണം. ജീവിതമാണ് ലഹരി എന്ന് തിരിച്ചറിഞ്ഞ ഒരു തലമുറ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.